കൊച്ചി നഗരത്തിൽ അടുത്ത കാലത്തായി നടക്കുന്ന അപകടങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നുള്ള ആക്ഷേപം ശക്തമാണ്. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? പരിശോധിക്കാം. കൊച്ചി നഗരത്തിൽ ബസ്സുകളുടെ അമിതവേഗം വലിയ പരാതിയാണ് ഉയർത്തുന്നത്. അമിതവേഗത്തിൽ തുടർന്നുണ്ടായ അപകടത്തിൽ നിരവധി പേരുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബസ്സുകാർ ഈ അമിതവേഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഈ ബസ്സുകാർ അമിതവേഗം നിയന്ത്രിക്കാനായിട്ട് സർക്കാർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന GPS-ഉം സ്പീഡ് ഗവർണറും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ബസ്സുകളിലും. പിന്നെ എന്തിൻ്റെ ബേസിലാണ് അമിതവേഗം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല. പ്രവർത്തിപ്പിക്കുന്നുണ്ടോ കൃത്യമായിട്ട്? തീർച്ചയായിട്ടും ഒരു കാരണവശാലും ബസ്സിൽ ഇതെല്ലാം പ്രവർത്തനമാണ്. സർക്കാർ GPS കൊണ്ടുവന്നിട്ട് അതിൻ്റെ മോണിറ്റർ സിസ്റ്റം എല്ലാ RTO ഓഫീസുകളിലും നടപ്പിലാക്കും എന്നും പറഞ്ഞാൽ GPS കൊണ്ടുവന്നു. ഇന്ന് വരെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. ഈ സ്വിച്ചുകൾ എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഈ സ്വിച്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ഒരു യാത്രക്കാരനെ ഏതെങ്കിലും രീതിയിൽ അലക്ഷ്യമായി ഈ ബസ് വണ്ടി ഓടിക്കുകയോ ആ യാത്രക്കാരന് എന്തെങ്കിലും രീതിയിൽ പരാതികളോ ഉണ്ടെങ്കിൽ സർക്കാർ, അതായത് MVDയെ അറിയിക്കാനും പോലീസിനെ അറിയിക്കാനുമുള്ള സിസ്റ്റമായിട്ടാണ് ഈ GPS സിസ്റ്റം. അതായത് ഇതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ MVD കോൺടാക്ട് ചെയ്യും. ഓൾ സ്പോട്ടിൽ അവർ അലേർട്ടായി ബസ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യും. ഞെക്കി നോക്കിയാലോ? തീർച്ചയായിട്ടും. എന്ത് സംഭവിക്കും നോക്കാം. ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. അതെന്താ? ഇത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ബസ്സിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മോണിറ്ററിംഗ് സംവിധാനം MVD ഇതേവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഈ GPS ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ ബസ്സിന്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തെ വിളിച്ചു നോക്കിയാലോ? ഈ സ്വിച്ചിൽ ഞങ്ങൾ ബട്ടൺ അമർത്തി, അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന്റെ മെസ്സേജോ MVDയിൽ നിന്ന് എന്തെങ്കിലും എന്തിനാണെന്നുള്ളതിനെ കുറിച്ചോ എന്തെങ്കിലും ചോദിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇന്നിപ്പോ ഇല്ല. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ആയെന്ന് പറയാൻ പറ്റും? നിങ്ങളൊക്കെ അപകടകരമായ രീതിയിലോ അമിത വേഗത്തിലോ വണ്ടി ഓടിക്കുമ്പോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഈ സ്വിച്ചസ് വെച്ചേക്കുന്നത്, GPS സ്വിച്ചസ്. അത് വർക്കിംഗ് ആണോ? ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സാധനം ഞാൻ നോക്കിയിട്ട് ഇന്നേ വരെ അതിനുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപകടകരമായ ഡ്രൈവിംഗ് ആണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പിടിക്കാമല്ലോ. അതായത് ഈ ചേരനല്ലൂരിൽ നിന്ന് ഈ വണ്ടി ഞാൻ എടുക്കണമെങ്കിൽ മട്ടാഞ്ചേരി ഒരു 5 പോലീസ് സ്റ്റേഷനുണ്ട്. ആരെന്തൊക്കെയാലും അതപ്പം തന്നെ അറിയേണ്ടതല്ലേ. ഒന്നും നടക്കുന്നില്ല. ഈ GPS വെറുതെ ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ബസ്സുകളിലൊക്കെ ഇങ്ങനെ GPS സ്വിച്ചുകളുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് കംപ്ലൈൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്, പിന്നെ വണ്ടി ട്രാക്ക് ചെയ്യാൻ അല്ലേ, ഫേസ്ബുക്കിലും ഇതിലൊക്കെ കണ്ടായിരുന്നു. SOS സ്വിച്ചുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ആരാഞ്ഞപ്പോൾ ഇവ കേന്ദ്രീകൃത സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് മാത്രമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നൽകിയ വിശദീകരണം. എന്നാൽ ഈ സ്വിച്ചിന്റെ പ്രവർത്തനക്ഷമത സംബന്ധിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ വകുപ്പിന് കഴിഞ്ഞതുമില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി. ഇങ്ങനെ ആയാൽ മതിയോ? ആന്റണി ഗ്രിഗറിക്കൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.